എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട സ്ട്രീറ്റ് ഫുഡ് ഐറ്റമായ പാവ് ഭാജിയാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ള ഈ വിഭവം വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് വീട്ടിൽ ചെയ്യാം. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ സ്വാദുണ്ടാവും നമ്മുടെ പാവ് ഭാജിക്ക്. നമ്മൾ ഇതിനു മുമ്പ് വേറൊരു സ്ട്രീറ്റ് ഫുഡായ വടാപാവിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിരുന്നു. അത് കാണാത്തവർ ഒന്ന് കാണണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാവ് ഭാജി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനുള്ള പാവ് നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ച ശേഷം തോലെല്ലാം കളഞ്ഞ് മാഷറോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഉരുളക്കിഴങ്ങ് പൊടിച്ചെടുക്കുക. ഇനി നമ്മൾക്ക് ഭാജി ഉണ്ടാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ചേർത്താലേ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ബട്ടർ തന്നെ ചേർക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഗീ യൂസ് ചെയ്യുക. ബട്ടർ ഉരുകിക്കഴിഞ്ഞാൽ 3 തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കുക. ഒന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം 1/4 കപ്പ് ഗ്രീൻ പീസ് ചേർക്കുക. അതിനുശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി മുറിച്ചത് ചേർത്ത് വഴറ്റുക. ഇനി നമ്മൾക്ക് 2 ഉരുളക്കിഴങ്ങ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കറിക്കുള്ള 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. ഇതിലേക്ക് 1/2 കപ്പ് ചുടുവെള്ളം കൂടി ഒഴിച്ച് ഇളക്കിയതിനു ശേഷം അടച്ചു വെച്ച് വേവിക്കുക. 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം എല്ലാം ഒന്നുകൂടി ഉടച്ചു കൊടുക്കാം. നന്നായി ഉടച്ച പച്ചക്കറിയിലേക്ക് മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കസൂരി മേത്തി, അതായത് ഉണങ്ങിയ ഉലുവച്ചീര. ഇത് കൈകൊണ്ട് നന്നായി ഞെരടിയതിന് ശേഷം ചേർക്കുക. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ പാവ് ഭാജി മസാല 1 സ്പൂൺ ചേർക്കുക. മസാലകളെല്ലാം വെജിറ്റബിളിലേക്ക് ഇളക്കി മിക്സ് ചെയ്യുക. 1 പിടി പൊടിയായി അരിഞ്ഞ മല്ലിയില തൂവുക. വീണ്ടും എല്ലാം കൂടി ഉടച്ചെടുക്കുക. അതിനുശേഷം നടുക്കുള്ള മസാല സൈഡിലേക്ക് മാറ്റി നടുക്ക് ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ പാവ് ഭാജി മസാല, 1 സ്പൂൺ കസൂരി മേത്തി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിനു മുകളിൽ പൊടിയായി അരിഞ്ഞ ഒരു സവാള ചേർക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 പിടി മല്ലിയില കൂടി ചേർക്കുക. കടയിൽ കിട്ടുന്ന പാവ് ഭാജിക്ക് നല്ല റെഡ് കളറായിരിക്കും. ഇതിന് 2 ഡ്രോപ്പ് പെർ മീറ്റർ റെഡ് ഫുഡ് കളർ ചേർക്കുക. ഇനി ഇത് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുക. കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ കറിക്ക് നല്ല കളറായിരിക്കും, എന്നാൽ എരിവധികം ഉണ്ടാവുകയുമില്ല. ഇനി ഇത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഇനി ഒന്നുകൂടി മാഷർ വെച്ച് മാഷ് ചെയ്യുക. ഭാജിയിൽ വെജിറ്റബിൾ ഉടഞ്ഞ് പേസ്റ്റ് പോലെയാണ് ഉണ്ടാവുക. ഇനി ഇത് വാങ്ങി വെച്ചതിന് ശേഷം 1/2 മുറി നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർക്കുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നാരങ്ങ നീര് ചേർക്കണം. നാരങ്ങ നീര് ചേർത്ത് കറി തിളപ്പിച്ചാൽ കറിക്ക് കയ്പ്പ് അനുഭവപ്പെടും. ഈ ചെറിയ ചെറിയ ടിപ്സുകൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് സൂപ്പർ ടേസ്റ്റോടെ ഭാജി ഈസിയായി തയ്യാറാക്കാം. ഈ സമയം ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. അപ്പോൾ നമ്മുടെ സൂപ്പർ ഭാജി റെഡിയായി. ഇനി പാവ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ ബട്ടർ ചേർക്കുക. ഉരുകിയ ബട്ടറിലേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ പാവ് ഭാജി മസാല, കുറച്ച് മല്ലിയില എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് മുഴുവൻ മുറിക്കേണ്ട 1/4 ഭാഗം മുറിച്ച പാവ് ചേർത്ത് ഈ മസാലയിൽ പുരട്ടി 2 വശവും 1 മിനിറ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുക.
ഇനി നമ്മൾക്ക് പാവ് ഭാജി സെർവ് ചെയ്യാം. ഒരു പ്ലേറ്റിൽ ടോസ്റ്റ് ചെയ്ത പാവ് വയ്ക്കുക. ഇനി ഒരു സൈഡിൽ കറി വിളമ്പുക. ചൂടായ കറിയുടെ മുകളിൽ ഒരു സ്പൂൺ വെണ്ണ ചേർക്കുക. കൂടെ പൊടിയെ എരിഞ്ഞ സവാളയും നാരങ്ങയും വയ്ക്കാം. ഭാജിയുടെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി വിതറി മനോഹരമാക്കാം. ബട്ടർ ചേർത്തതുകൊണ്ട് തന്നെ കറി ഒന്നൊന്നര ടേസ്റ്റാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്ര ബട്ടർ യൂസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്ത് ഡിഷ് ഉണ്ടാക്കുക. ചില വിഭവങ്ങൾക്ക് അതാത് ചേരുവ അതേ അളവിൽ ചേർത്താലേ നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സ്വാദ് കിട്ടുകയുള്ളൂ. കാണാനും കഴിക്കാനും ഒരുപോലെ രുചികരമായ ഒട്ടേറെ വിഭവങ്ങൾ നമ്മുടെ ചാനലിൽ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഹോട്ടലിൽ പോയി വലിയ വില കൊടുത്ത് ഇത്തരം ഫുഡുകൾ കഴിക്കുന്നതിന് പകരം വീട്ടിൽ വളരെ ഈസിയായി ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു നോക്കൂ. അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ്. ഈ കൊച്ചു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.